18-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ഒന്നും കൂടി ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. അടുത്തത്, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാം. നിങ്ങൾക്ക് എത്ര ദേവന്മാരുണ്ടോ, എത്ര ദേവതമാരുണ്ടോ, എത്ര ദേവിമാരുണ്ടോ, എത്ര പുണ്യവാളന്മാരുണ്ടോ, എത്ര ദൈവങ്ങളുണ്ടോ, അവിടെ എല്ലാവരുടെ നാമത്തിൽ നിങ്ങൾ വിളിച്ച് അപേക്ഷിച്ചോ. പക്ഷെ ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ച് എന്ത് ചെയ്യും? അപേക്ഷിക്കും. നമുക്കൊന്ന് തിരിച്ചറിയണ്ടേ യഥാർത്ഥമായ ദൈവം ആരാണെന്ന്? തിരിച്ചറിയണോ? ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. അന്ന് ഇസ്രായേലിൽ ഒരു അഭിഷിക്തൻ എഴുന്നേറ്റിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചോ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഈ ബാല, ആ കാലഘട്ടത്തിൽ ബാൽ എന്ന് പറയുന്ന ഒരു ദേവൻ, ബാൽ, അവന്റെ പേര് ബാല. ഹദദ് എന്നായിരുന്നു അവന്റെ പണ്ടത്തെ പേര്, ഹദദ്. അമിശ്വത ഈ ബാലിന്റെയും ഹദത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ദേവന, വിളവിന്റെ ദേവന, കൃഷിയുടെ ദേവന, മഴയുടെ ദേവന, ഫലപുഷ്ടമായ സമ്പൽ സമൃദ്ധമായ പലതും ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ ദേവന. ആ കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. പഴയ പേര് ഹദദെന്നും പുതിയ പേര് ബാലെന്നും. ആമേൻ. ഒരു കനാന്യ ദേവനാ. ആമേൻ. സ്വതം ഒരു ഫെനീഷ്യൻ ദേവനാ. ഈ ദേവൻ ഇസ്രായേൽ ജനത്തിന്റെ അകത്തളത്തിലേക്ക് വന്നു. അവരുടെ ബുദ്ധിയെ തിരിച്ചു. അവരങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി. അവർക്ക് വിളവ് കൊടുക്കുന്നതും സമൃദ്ധി കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാം ബാലാണ് എന്നൊരു ചിന്ത അവർ ഭരിക്കാൻ തുടങ്ങി. എന്ന് പലരെയും ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾ ഒന്നിലും തെറ്റിപ്പോകരുത് കേട്ടോ. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിനകത്തൊരു ബൈബിൾ ഉണ്ടാകും. ഈ ബൈബിളിനകത്ത് ആരാണ് ദൈവമെന്ന് പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. അത് POC ബൈബിൾ, 73 പുസ്തകങ്ങൾ അടക്കുന്ന POC ബൈബിളിനകത്ത് ഹെഡിങ് ഇട്ട് എഴുതിയിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തിനകത്തളത്തിൽ ഹെഡിങ് ഇല്ലാതെ എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ചു മനസ്സിലാക്കിയാൽ യഥാർത്ഥ ദൈവത്തെ പിടികിട്ടും കേട്ടോ. ആമേൻ, സ്തോത്രം. ആകയാൽ പ്രിയമക്കളെ, ഇവിടെ എലിയാവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഇപ്രകാരം പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ആകാശത്തെ താൻ അധികാരം കൊണ്ട് അടച്ചു. തന്റെ മേൽ കിടക്കുന്ന ദൈവകൃപ കൊണ്ട് ആകാശത്തെ അടച്ചു. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആകാശത്തു നിന്ന് മഞ്ഞും മഴയും പൊഴിയരുത്. കൃഷിയുടെ ദേവനായിരിക്കുന്ന ബാൽ, സമ്പൽ സമൃദ്ധമായിട്ട് ഫലം കൊടുക്കുന്ന ബാൽ, മഴയുടെ ദേവനായിരിക്കുന്ന ബാൽ, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, മഴയില്ല. ഭൂമിയെല്ലാം തരിശായി, കൃഷിയില്ല, പച്ചപ്പുള്ളൊരു ഭാഗവുമില്ല. വീണ്ടും വരണ്ട പ്രതലങ്ങൾ, തോടുകൾ വറ്റാൻ തുടങ്ങി, കനാലുകൾ വറ്റാൻ തുടങ്ങി. വരണ്ട് കിടക്കുന്ന പ്രദേശം. കൃഷി ഇറക്കാൻ പറ്റുന്നില്ല. കൊട്ടാരത്തിലെ മൃഗങ്ങൾക്ക് കഴിക്കേണ്ടതിന്, രാജാവ് ഓടിക്കുന്ന കുതിരയ്ക്ക് തിന്നേണ്ടതിന് പുല്ല് അന്വേഷിച്ച് നടക്കുന്ന രാജഭൃത്യന്മാർ. ഇസ്രായേലിൽ ഒരു സ്ഥലത്ത് പുല്ലില്ല, എല്ലാം വരണ്ടുപോയി. കൃഷിയില്ല, ഞെരുക്കം, പ്രയാസം വരാൻ തുടങ്ങി. 3.5 വർഷമായി. ഏകദേശം 42 മാസം കഴിഞ്ഞപ്പോൾ
ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അവൻ പുറപ്പെട്ടു വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചെന്ത്. അവൻ ദേവനാണെങ്കിൽ എന്ത് ചെയ്യട്ടെ? മഴ പെയ്യിപ്പിക്കട്ടെ, മഴ പെയ്യിപ്പിക്കട്ടെ. കേട്ടോ പ്രിയ മക്കളെ, ഇതിന്റെ നടുവിലായിരിക്കുന്ന നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പോകാം, എല്ലാം പോകാം. ആമേൻ, സ്തോത്രം. ഏതെല്ലാം നേർച്ച കാഴ്ച വഴിപാടുകൾ, ഏതെല്ലാം ക്ഷേത്രങ്ങൾ, പള്ളികൾ, എവിടെയെല്ലാം ഇടക്ക് പോകാം. ലോകം തരാത്ത സമാധാനം തരാമെന്ന് വാഗ്ദത്തം ചെയ്യുന്നത് ഒരേ ഒരുത്തൻ മാത്രമാണ്. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ലോകത്തിൽ ഒരു സ്ഥലത്തും പോയാൽ നിനക്ക് കിട്ടാത്തൊന്ന് യേശുവിൽ നിന്ന് കിട്ടും. അത് സമാധാനമാണ്. നിന്റെ ജീവിതത്തിൽ നീ സേവിക്കുന്ന ചിലതൊക്കെയും നിരാശ കടത്തുമ്പോൾ പരിശുദ്ധ ദൈവം നിന്റെ അകത്തളത്തിൽ ഇന്ന് പകൽക്കാലം സമാധാനം തരും, സമാധാനം തരും. കേട്ടോ പ്രിയ മക്കളെ. അപ്പോ ഏലിയാ വന്ന് ഒറ്റക്ക, അപ്പുറത്ത് ബാലിനെ സേവിക്കുന്ന 400 പ്രവാചകന്മാർ, അതിനോട് ചേർന്നൊരു അശേര പ്രതിഷ്ഠയുണ്ട്, അതിനെ സേവിക്കുന്ന 450 പ്രവാചകന്മാർ, 850 പ്രവാചകന്മാരുടെ നിര, ബാലിനെ സേവിക്കുന്നവരുടെ നീണ്ട നിര ഒരു വലിയ സമൂഹമായി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ അടുത്ത് ചെന്ന് വിളിച്ചു പറഞ്ഞു, ബാലാണ് ദൈവമെങ്കിൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റ വ്യവസ്ഥ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബാല് തീ ഇറക്കണം. എന്ത് ചെയ്യണം? തീ ഇറക്കണം. നമുക്കൊരു പണി ചെയ്യാം, ഒരു യാഗപീഠം ഉണ്ടാക്കാം. വിറകെടുത്തുകൊള്ളുക, ഒരു കാളയെ എടുത്തുകൊള്ളുക. അന്നത്തെ കാലഘട്ടത്തിലെല്ലാം യാഗങ്ങളായിരുന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ കാളയെ കൊണ്ടുവന്ന് കാളയെ അറുക്കണം, തൊലി ഉരിയണം, ഗണ്ഡമായി നുറുക്കണം, മാംസളമായ ഭാഗങ്ങൾ മാറ്റിവെക്കണം, അല്ലാത്ത ഭാഗങ്ങളെല്ലാം മാറ്റിവെക്കണം. യഹോവയോട് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവത്തിൽ നിന്നുള്ള തീ ഇറങ്ങി ഈ യാഗവസ്തു ദഹിപ്പിക്കണം. ഇതാണ് ഈ ശുശ്രൂഷയുടെ ഫൈനൽ ഘട്ടം. അപ്പോഴേ ആ പ്രശ്നത്തിന് പരിഹാരമാകത്തുള്ളൂ. അങ്ങനെ ഇവരോട് പറയുകയാണ് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ്, നിങ്ങൾ നിങ്ങളെ ദേവനോട് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു കാളയെ എടുത്തുകൊള്ളുക, യാഗപീഠം പണിതുകൊള്ളുക, അതിനെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ബാലാണ് ദൈവമെങ്കിൽ ഈ യാഗവസ്തു ബാല് തീയിറക്കി എന്ത് ചെയ്യും? ദഹിപ്പിക്കും. യഹോവയാണ് ദൈവമെങ്കിൽ അവൻ ആ യാഗവസ്തു തീയിറക്കി ദഹിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ബെറ്റ്, ആമേൻ, സ്തോത്രം. വലിയൊരു ബെറ്റ് അവിടെ വെക്കുകയാണ്. ഈ മനുഷ്യൻ ഒറ്റക്ക. കേട്ടോ പ്രിയ മക്കളെ, ദൈവത്തെ സേവിക്കുന്നവന് ചിലപ്പോൾ ഒരു സമൂഹം കൂടെ നിന്നില്ല എന്നിരിക്കാം. പക്ഷേ ഒരു സമൂഹത്തെ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവം, ഒരു സമൂഹത്തെ ഉളവാക്കിയ സ്വർഗത്തിലെ ദൈവം, സകല ചരാചരങ്ങളെ നിർമ്മിച്ച സർവശക്തനായ ദൈവം അവനോട് കൂടെ ഇരിപ്പാൻ ഇടയായി തീരും. ആമേൻ. അങ്ങനെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ, അങ്ങനെ ഈ മനുഷ്യൻ വന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ, ഏതെല്ലാം ദേവന്മാരുണ്ട് അവരുടെയൊക്കെ നാമത്തെ വിളിച്ചെന്ത് ചെയ്യുക? അപേക്ഷിക്കാൻ പറ്റുന്നതൊക്കെ അപേക്ഷിക്കുക. ഞങ്ങളും പറയുന്നൊരു കാര്യം അതാ, പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോകുക. ഈ ആലപ്പുഴയിലൊരു സ്ഥലം, ആലപ്പുഴക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, എന്തെന്ന പേര്? കൃപാസനം. അവിടുത്തെ പ്രാർത്ഥനക്കുറിപ്പ് കൊണ്ടുവന്ന് അവിടുത്തെ ലീഡർമാർ പറഞ്ഞു കൊടുത്തു, ഈ പ്രാർത്ഥനക്കുറിപ്പ് ദോശക്കകത്ത് അരച്ചിട്ട് കലക്കി ദോശ ചുട്ട് കഴിച്ച് ചെയ്യുന്ന പ്രശ്നത്തിന് പരിഹാരമാണ്. പ്രശ്നത്തിന് പരിഹാരമായി മെഡിക്കൽ കോളേജിൽ പോയി. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവസന്നിധിയിൽ സൂത്രങ്ങളില്ല. അതൊരു കാര്യം ചിന്തിക്കുക. സൂത്രപ്പണികൾ ദൈവത്തിന്റെ സന്നിധിയിലില്ല. സൂത്രം കൊണ്ട് നേടാനാണെങ്കിൽ ദൈവത്തിന്റെ ആവശ്യം എന്താ? സൂത്രം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാമെങ്കിൽ ദൈവത്തിന്റെ ആവശ്യം എന്താ? ദൈവം നാച്ചുറലാ, സൂത്രങ്ങളില്ല. കേട്ടോ പ്രിയ മക്കളെ, അവന്റെ പ്രവൃത്തി ഹൃദയം കൊടുക്കുമ്പോൾ വെളിപ്പെടും.
അവൻ ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കും. എവിടെ വസിക്കും? ഹൃദയത്തിൽ വസിക്കും. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവം വചനത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആമേൻ, സ്തോത്രം. ദൈവം വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. ആമേൻ, സ്തോത്രം. വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ, പള്ളികളിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? വാസം ചെയ്യുന്നില്ല. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. സ്വർഗത്തിലും ഭൂമിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ വലിയ ദൈവം നമ്മുടെ കൊച്ചു ഹൃദയത്തിനകത്തളത്തിൽ വസിക്കുമെന്ന് അവൻ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അവൻ മനുഷ്യന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നിലും വസിക്കുന്നില്ല. അവൻ ജീവിക്കുന്ന ദൈവമാ. ഇന്നലെ വന്ന് ശുശ്രൂഷിച്ച, മിനിഞ്ഞാന്നാള് വന്ന് ശുശ്രൂഷിച്ച ദൈവദാസൻ പറഞ്ഞു നിർത്തി, മാതാവ് ഇന്നലെ വന്നതല്ലേ, ഒരു മാതാവിൻ്റെ വലിയൊരു രൂപം. ഈ മാതാവിനെയായിട്ട് ആപ്പ ഓട്ടോറിക്ഷയിൽ 2 ഹിന്ദിക്കാരെന്ത് ചെയ്യുകയാ? 2 ബായിമാര്. അപ്പൊ എന്താ എഴുതി വെച്ചിരുന്നത്? മാതാവിനെ ബായിമാര് രക്ഷിക്കുമെന്നോ, സൂക്ഷിക്കുമെന്നോ? ലോകം മുഴുവനും രക്ഷിക്കുന്ന മാതാവ് ബായിമാരെ ഉള്ളെന്ന്. ബായിമാർക്ക് അറിയത്തില്ലല്ല മലയാളത്തിൽ എഴുതി വെച്ചേക്കണത്. ഒരു ബാനർ എഴുതി വെച്ചിരിക്കുക. അമ്മ 2 ബായിമാര് അമ്മ സ്വത്രം ഇദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുക. കാരണം താഴെ വീണാൽ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. നിന്റെ ദൈവം പൊട്ടോ? ദൈവം പൊട്ടോ? പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ എന്താ ഇത്? എന്താ സാധനോ? വെറും പ്ലാസ്റ്റർ ഓഫ് പാരീസാ. നമ്മുടെ പോക്കറ്റിലെ പൈസ കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഇതെന്തായി തിരികെയ? ബുദ്ധിയുണ്ടോ മനുഷ്യ? ആമേൻ, സ്തോത്രം. കഴിഞ്ഞൊരു സമയം ഞാൻ മുൻപൊക്കെ ഈ ദുർമരണമൊക്കെ നടക്കുന്ന വീടുകളിലൊക്കെ പോകുമായിരുന്നു. ഇപ്പൊ പോകുന്നില്ല. അപ്പോൾ ഒരുത്തൻ ഫാനിൽ തൂങ്ങി മരിച്ചു കിടക്കുകയാ. അവൻ്റെ ആ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ദൈവങ്ങൾ ഇഷ്ടം പോലെ ഇരിക്കുകയാ. അവന്റെ വീട്ടിൽ ഇന്നലെ വരെ അവൻ പ്രാർത്ഥിച്ച ദൈവങ്ങളെല്ലാം ആ മുറിക്കകത്ത് നിരന്നിരിക്കുക. ഇവൻ ഫാനിൽ എന്ത് ചെയ്യുക? ബാറിൽ ചെന്ന് നോക്കണം. ബാറിൽ, ബീവറേജില് 3 പേരുടെ ഫോട്ടോ ഉണ്ടാവും. കൊടുക്കുന്നത് വിഷമാ. ആമേൻ. ദൈവമാണോ? ദൈവത്തിന് കള്ളു കച്ചവടമാണോ? തൂങ്ങി മരിച്ചൊരുത്തം കിടക്കുക. എടാ, ഇവന് ഫാനിൽ കുടുക്കിടുമ്പോ ഇത് ദൈവമാണെങ്കിൽ കൈക്ക് പിടിച്ച് മാറ്റാൻ പാടില്ലേ? അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാൻ പാടില്ലേ? നീ ചെയ്യരുതെന്ന് പറയാൻ പാടില്ലേ? അത് വെറും വിഗ്രഹം മാത്രമാണ്. പോക്കറ്റിലെ പണം കൊടുത്ത് വാങ്ങി ആമേശത്ത് അവന്റെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന, അവന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഇത് ദൈവമാകോ? ഒരിക്കലും ദൈവമാകത്തില്ല. പ്രിയ മക്കളെ, ദൈവത്തിന്റെ പ്രത്യേകത സങ്കടങ്ങൾ അറിഞ്ഞ, വിഷമങ്ങൾ അറിഞ്ഞ, വേദനകൾ അറിഞ്ഞ് നിന്റെ ഹൃദയത്തോട് ചേർന്ന് വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്നവന്റെ പേരാണ് ദൈവം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാ. നുറുങ്ങിയ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിന്റെ അടുക്കൽ കർത്താവുണ്ട്, നിന്റെ അടുക്കൽ യേശുവുണ്ട്. നിന്നെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു ദൈവമല്ല. പരിശുദ്ധ ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അപ്പോ ഏലിയാവ് അമ്മോളെ എന്ന് വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങൾ നിങ്ങളുടെ ദേവന്മാരെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. അതിന് ജനമെല്ലാം അത് നല്ല വാക്ക് എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോട്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത്, ഞാൻ പറഞ്ഞ കാര്യങ്ങളാ, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ബൈബിൾ വീട്ടിലില്ലാത്തവർ ചോദിക്കണം, ബൈബിൾ ഞങ്ങൾ തരാം, നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കാം കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്തുള്ളതാ. അമ്മ ഇത് കെട്ടുകഥയല്ല, ഇതിഹാസ വൃത്തമൊന്നുമല്ല, ചരിത്രമാണ്. അമ്മ ഇതിനകത്ത് ഇന്ന രാജാവിൻ്റെ ഇത്രാമത്തെ ആണ്ടിൽ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചരിത്രമെടുത്ത്
ഒന്നില്ലെങ്കിൽ നെറ്റിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം വരും. ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഏത് കാലത്ത്? ഇന്ന കാലത്ത്. ആ രാജാവിൻ്റെ കാലത്ത് നടന്ന സംഭവമെന്ന ഇത് കെട്ടുകഥയല്ല, ഇത് സത്യവേദ പുസ്തകമാണ്. സ്വതം ഇതിനകത്ത് പിശാച് ചെയ്ത പ്രവർത്തികളും എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രവർത്തികളും എഴുതിയിട്ടുണ്ട്, മനുഷ്യന്റെ പ്രവർത്തികളും എഴുതിയിട്ടുണ്ട്. ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇതിന്റെ പേരാണ് സത്യവേദ പുസ്തകം. ഇതിന്റെ പേരാണ് ബൈബിൾ, ദി ബുക്ക് എന്ന് പറയുക. ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ കരത്തിലെടുത്തിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം. ലോകത്തിലൊരു പുസ്തകം എന്ന് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ, അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവരോട് പറഞ്ഞു, നിങ്ങളൊരു കാളയെടുത്ത് എന്ത് ചെയ്യുക? ഒരുക്കുക. ഞാനും എന്ത് ചെയ്യാം? ഒരു കാളയെടുത്ത് ഒരുക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ബാലിന്റെ പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകൾ ശുശ്രൂഷിക്കുന്ന പ്രവാചകന്മാരും 850 പേരും രാവിലെ മുതൽ ഉച്ചവരെ അവർ വിളിക്കാൻ തുടങ്ങി. ആരെ? ബാലിനെ വിളിക്കാൻ തുടങ്ങി. ബാലേ ഇറങ്ങി വാ, ഉത്തരമരുളന. 3.5 വർഷമായിട്ട് ചലിച്ചിട്ടില്ല. ആര് വന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ, ഏലിയാവെന്ന് പറയുന്ന വചനം പറയുന്നു, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അവൻ വന്ന് ഇവര് സേവിക്കുന്ന ദേവൻ എന്ന് പറയുന്ന ബാലിനോട് അവന്റെ ശക്തികളോട് കൽപ്പിച്ചു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. ആമേൻ. പട്ടണത്തിലെ ചില ദുഷ്ടശക്തികളെ നോക്കിക്കൊണ്ട് അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവജനത്തിന് ഒന്ന് കൽപ്പിക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ എന്റെ പട്ടണത്തിനകത്തളത്തിൽ നിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അവിടെയാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. നമ്മുടെ വിശ്വാസമാ കേട്ടോ, വിശ്വാസമാ ദൈവം വർദ്ധിപ്പിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ, ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ വലിയ പ്രവൃത്തി വിശ്വാസത്താൽ. സ്തോത്രം. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നു, നിന്റെ വല്യമ്മയായിരിക്കുന്ന സ്തോത്രം ലോവിസിലും നിന്റെ അമ്മയായിരിക്കുന്ന യുനിക്കയിലും ഉണ്ടായ വിശ്വാസം നിന്നിലുമുണ്ടെന്ന് ഞാൻ അറിയുക. വിശ്വാസത്തിന്റെ അളവ് പരിശുദ്ധ ദൈവം ഈ നാളുകളിൽ വർദ്ധിപ്പിച്ച് തന്നിട്ട് അനേക വ്യക്തിത്വങ്ങൾക്ക് ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരുമാനത്തക്ക വിധം പരിശുദ്ധാത്മാവ് നിർത്താതെ ഓടിക്കുന്ന ചില ദിവസങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ കിടക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. റെസ്റ്റ് തരത്തില്ല കേട്ടോ. അടിയനിതാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. തിരുനാമത്തിന് മഹത്വത്തിനായി സ്വർഗത്തിലെ ദൈവം കരത്തിൽ വഹിക്കാൻ പോകുകയാ. ആമേൻ. ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ഒരു സമയം സ്വതം ദോഷം പറഞ്ഞ സ്വതം ദുരാത്മാവാണെന്ന് വരെ പറഞ്ഞ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ മധ്യത്തില് ദൈവം മാനിക്കും. സ്തോത്രം. യേശുവും എന്നെ ആരാധിക്കുന്നത് നിമിത്തം എന്തോ കുഴപ്പമുണ്ട്, ദുരാത്മാവാണ് ജീവിതത്തിലെന്ന് പറഞ്ഞു പരത്തിയവർ തന്നെ തിരിച്ചു പറയും. തെറ്റിപ്പോയതാ. പരിശുദ്ധാത്മാവായിരുന്നു. ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുകയാ. ജീവിതത്തിന്റെ ചില മേഖലകളിൽ തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് ഉയർത്തി മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാനും പദ്ധതികൾ ഒരുക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. എന്റെ കരം ബലഹീനതയിൽ തികഞ്ഞു വരും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥിക്കട്ടെ കേട്ടോ. അലീനെ, സ്വതം നിനക്കൊരു വിടുതലിന്റെ കരം പരിശുദ്ധ ദൈവം നീട്ടും. ചിലതൊക്കെയും ശത്രു കൊട്ടി അടക്കാൻ ശ്രമിച്ചതാ. അടച്ച വഴികൾ ദൈവം തുറക്കാൻ പോകുകയാ. പ്രഭന വൈഡപര ജനക സന്തൽ കടകര ഗക്ഷത രാജനഗസി. ഹല്ലേലൂയ. സ്തോത്രം. ചിലതിന്റെ വാക്ക് മാറ്റിപ്പറയിപ്പിക്കത്തക്ക തലത്തിൽ ദൈവത്തിന്റെ നീതി ജീവിതത്തിന്മേൽ വെളിപ്പെടും. പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയരുത്. തിരുനാമത്തെ എന്നും മഹത്വപ്പെടുത്തണം. വചനധ്യാനം ജീവിതത്തിൽ നിന്ന് അറ്റുപോകരുത്. പ്രഭാതത്തിൽ ഉണർന്നാൽ തപ്പിയെടുക്കുന്നത് വിശുദ്ധ വേദപുസ്തകമായിരിക്കണം. അങ്ങനെ
കർത്താവിന്റെ വചനവുമായിട്ട് നീ ഒന്ന് ഒട്ടി നിൽക്കുന്നു എങ്കിൽ നിന്റെ പാതകളെ അവൻ നിരപ്പാക്കും. കുന്നുകളെ ഇടിച്ചു നിരത്തും. സ്വതം നിനക്ക് വേണ്ടിയുള്ള ചില പുതുവഴികൾ പരിശുദ്ധാത്മാവ് തുറന്നു തന്ന് നടത്തുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂതായി അറിയിക്കുകയാണ്. കണ്ണുനീര് തുടക്കുന്ന ദൈവം സ്വതം ചില അനുഭവങ്ങളിലേക്ക് കൈപിടിച്ച് നിന്നെ കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് ദൂതായി അറിയിക്കുകയാ. പ്രാർത്ഥിച്ചോ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന് എന്തൊക്കെയോ ചില പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്തെടുപ്പാനുണ്ട്. അങ്ങനെ സ്വതന്ത്രം അവര് രണ്ട് വിഭാഗക്കാരും സ്വതന്ത്രം ഒരു കാളയെ എടുത്തു. സ്വതന്ത്രം 2 യാഗപീഠം ഒരുക്കുകയാണ്. ഏലിയാവിന്റെ യാഗപീഠത്തിന് വ്യത്യസ്തതകളുണ്ട്. ഇവര് വിറക് കൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി. ഏലിയാവ് വിറക് കൊണ്ട് യാഗപീഠം ഉണ്ടാക്കിയത് മാത്രമല്ല, യാഗപീഠത്തിന്റെ സൈഡിൽ തോടുപോലെ തെരഞ്ഞു, അതിനകത്ത് വെള്ളം നിറച്ചു. ഈ തോട്ടിൽ മാത്രമല്ല, വിറകിന്റെ മുകളിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. വിറകിന്റെ മുകളിലൂടെ ഒഴിച്ച വെള്ളമെല്ലാം സൈഡിൽ തെരഞ്ഞിരിക്കുന്ന ഈ തോട്ടിൽ വന്ന് നിറഞ്ഞു. വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു യാഗപീഠം. കാരണം ഭോജനയാഗം കഴിഞ്ഞ സമയമാ, ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാ. ഇവന്മാര് വേണമെങ്കിൽ പറയും നല്ല ചൂടുണ്ടായത് കൊണ്ട് വിറകിന് തനിയെ കത്തുപിടിച്ചതാണെന്ന് പറയാതിരിക്കേണ്ടതിനായി സ്വന്തം ആത്മകൃപയുള്ള മനുഷ്യൻ പറഞ്ഞു, യാഗപീഠത്തിൽ വെള്ളം നിറക്കാൻ പറഞ്ഞു. സ്വന്തം വെള്ളം കവിഞ്ഞു വരത്തക്ക നിലവാരത്തിൽ തോടുപോലെ അതിന്റെ അതിരുകളിലെല്ലാം വെള്ളം നിറക്കാൻ പറഞ്ഞു. സ്വന്തം അങ്ങനെ ഏലിയാവിന്റെ യാഗപീഠത്തിൽ വെള്ളം നിറച്ചു. ഈ യാഗപീഠം കല്ലുകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. അപ്പൊ അതിന്റെ മൂലയൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്. സ്തോത്രം. ഇത് അവൻ എന്ത് ചെയ്തു? ഒന്ന് പുതുക്കി പണിതു. ഇടിവുകൾ എന്ത് ചെയ്തു? നികത്തി. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 7ാമത്തെ പകലിൽ ഇടിവ് നികത്താൻ തയ്യാറെങ്കിൽ സ്തോത്രം, മണിക്കൂറുകൾ കമഴ്ന്ന് കിടക്കേണ്ടി വരത്തില്ല. മണിക്കൂറുകൾ മുട്ടുമടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം തലവെട്ടിക്കേണ്ടി വരത്തില്ല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ജീവിതത്തിന്റെ ക്രമീകരണം ഇന്നും 7ാമത്തെ പകലിലും നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഒന്ന് മാറ്റം വരുത്തിയെടുത്താൽ അത് അനുഗ്രഹമാ. ഷുഡമന അസ്തരാജന ഗസ്യന്തരാജന സ്വതന്ത്രം. അല്ല കുഞ്ഞെ, നിന്നോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക നിലവാരത്തിൽ സ്തോത്രം ദൈവം ചില പ്രവൃത്തികൾ ചെയ്യും. അസൂയ തോന്നും. ആമേൻ. നിന്റെ കുഴപ്പമല്ല. സ്തോത്രം, നിന്റെ ജീവിതത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടലും ദൈവിക പ്രവൃത്തികളും വെളിപ്പെടുന്നത് നിമിത്തം സ്വന്തം നിന്റെ കുഴപ്പമല്ല. നീ ദൈവസന്നിൽ പ്രാർത്ഥിച്ചാൽ മതി. ശത്രു പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ അറ്റുപോകും. അതുപോലൊരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തിപരമായ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവുമായിട്ട് നീ കൂട്ടിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ജീവിതത്തിന്മേൽ അനുകൂലമായി വെളിപ്പെടുമെന്ന് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ദൂതായി അറിയിക്കുകയാ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇവിടെ ഇപ്പോൾ ആലോചനകളൊക്കെ പറയുന്നത് കൊണ്ട് ഉപവാസമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റൗണ്ടായിട്ട് പ്രാർത്ഥിക്കാൻ വന്നേക്കരുത് കേട്ടോ. പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അല്ലാത്തവർക്ക് വേണ്ടി സമയം പോലെ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴും എന്ത് ചെയ്യും? സംസാരിക്കും കേട്ടോ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആകയാൽ പ്രിയമക്കളെ, സ്തോത്രം, ഇവിടെ ഏലിയാവ് തൻ്റെ ഇടിവുകൾ എന്ത് ചെയ്തു? ഇടിഞ്ഞു കിടന്ന യാഗപീഠം എന്ത് ചെയ്തു? പണിതു. ഇന്ന് ഹൃദയത്തിൽ തെറ്റാണെന്ന് തോന്നുന്ന കാര്യം വിട്ടുകളയാൻ മനസ്സില്ലാതെ തെറ്റായി തന്നെ ഉള്ളിൽ കരുതിയിട്ടത് ശരിയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീ ഇറങ്ങത്തില്ല. തീയായി തന്നെ വെളിപ്പെടും. യാഗപീഠത്തിലല്ല,
ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ തീയായി വെളിപ്പെടും. ആശ്വാസം ഉണ്ടാകത്തില്ല. ഭക്ഷണം ഉണ്ടാകും, വസ്ത്രം ഉണ്ടാകും, പാർപ്പിടം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകത്തില്ല. ഏത് ശ്വാസം? ഏത് ശ്വാസം? ആശ്വാസം. ഈ ശ്വാസമല്ല. ഈ ശ്വാസം നമ്മൾ വലിക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ വേറൊരു ശ്വാസമുണ്ട്, അതിൻ്റെ പേരാണ് ആശ്വാസം. പല ശ്വാസങ്ങളുണ്ട്. ദീർഘ ശ്വാസം, വിശ്വാസം, ആശ്വാസം, ഈ ശ്വാസം, അങ്ങനെയുള്ള കുറേ ശ്വാസങ്ങളുണ്ട്. ഈ ആശ്വാസം കിട്ടിയെന്നാലേ നമുക്ക് ആ ഗുണമുള്ളൂ. വേറെ ഏത് ഈ ശ്വാസം എന്നും വേണം. പക്ഷെ ഈ ശ്വാസത്തോടൊപ്പം ആശ്വാസം ഉണ്ടെങ്കിലേ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ സ്തോത്രം, ഇദ്ദേഹം ഇങ്ങനെ യാഗപീഠം പണിതു. ഈ ബാലിൻ്റെ പ്രവാചകന്മാരിങ്ങനെ വിളിക്കാൻ തുടങ്ങി, വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ മാറി നിന്നിട്ട് പറയുന്നത്, നിന്റെ ദേവന്മാരെ എവിടെ പോയിട്ടുണ്ട്? ഒന്ന് വായിച്ച ആ വാക്യം ഒന്ന് അത് മാത്രം ഒന്ന് വായിച്ചേ. വിളിക്ക്. ഉറക്കെ വിളിക്കാൻ പറഞ്ഞു. ബാല് സമൃദ്ധിയുടെ ദേവന, കൃഷിയുടെ ദേവന, ഫലം തരുന്ന ദേവന. അപ്പൊ പറഞ്ഞു, ഉറക്കെ വിളിക്കട, കേൾക്കട്ടെ, പുള്ളിക്കാരൻ കേൾക്കട്ടെ, ഒച്ചത്തിൽ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവര് വിളിക്കുമ്പോൾ ഈ മനുഷ്യൻ ഏലിയാവ് മാറി നിൽക്കുകയാ. എന്നിട്ട് പറയുന്നത്, ഒച്ചത്തിൽ വിളിക്കുക, നിന്റെയൊക്കെ ബാല് അവിടെ പോയിരിക്കും. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു. നിങ്ങൾ അവനെ ഉണർത്തണം. അവനെന്ത് ചെയ്യുക? ധ്യാനിക്കുകയായിരിക്കുള്ളൂ. നിങ്ങൾ അവനെ ഉണർത്തണം, വേഗത്തിൽ വിളിക്കുക. അവൻ ദേവനല്ലോ, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുകയാകുന്നു. ടോയ്ലറ്റില്ല. സ്തോത്രം, സമയമെടുക്കും. സ്തോത്രം. വെളിക്ക് പോയിരിക്കുകയാകും, അല്ലെങ്കിൽ താൻ പുള്ളി എവിടെയോ യാത്രയായിരിക്കും. അതുകൊണ്ടാണ് ഇവര് 850 പേര് വിളിയെന്ന് വെച്ചെന്ന നിസ്സാര വിളിയല്ല. രാവിലെ മുതൽ ഉച്ച വരെ വിളിച്ചുകൊണ്ടേയിരിക്കുക. 850 പേര് ഉച്ചത്തിൽ തൊണ്ട കീറി വിളിച്ചിട്ടും ബാല് വന്നില്ല. അവസാനം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ശരീരം മുറിച്ച് രക്തമൊഴുക്കി വിളിക്കാൻ തുടങ്ങി. ശരീരം മുറിച്ച് രക്തമൊഴുക്കി വിളിക്കാൻ തുടങ്ങി. സ്തോത്രം. എന്നിട്ടും ബാലെന്ത് ചെയ്തില്ല? വന്നില്ല. എന്നിട്ട് താൻ പറഞ്ഞു, നിർത്ത്, സ്റ്റോപ്പ്, ഇനി എൻ്റെ സമയമാണ്, നിർത്താൻ പറഞ്ഞു. പുള്ളി രാവിലെ മുതൽ ഉച്ച വരെ ഒന്നും വിളിക്കേണ്ടി വന്നില്ല. സ്തോത്രം. ചില മിനിറ്റ് ദേഹം ദൈവസന്നിധിയിൽ ഈ യാഗപീഠത്തിന്റെ കുറവ് എന്ത് ചെയ്തു? നമ്മുടെ കുറവൊന്ന് പരിഹരിച്ചിട്ടൊന്ന് ചെന്നേ. നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകളൊന്ന് പരിഹരിച്ച് നീ ഒന്ന് അടുത്തേക്ക് ചെന്നേ. ഞാനെന്ന ഭാവം ഒന്ന് വിട്ടുകളയാമോ? ഞാനെന്ന ഭാവം, ആ ഘനഭാവമൊക്കെ ഒന്ന് വിട്ടുകളയാമോ? ഇരുമനസ് വിട്ടുകളയാമോ? ഒന്നിലുറച്ചു നിൽക്കാമോ? കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കേട്ടോ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് എപ്പോ? ഇപ്പോൾ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, അപ്പോഴാ കേട്ടോ പ്രിയ മക്കളെ, അപ്പോഴാ, ഇപ്പോൾ. 27-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. ഉറക്കെ വിളിപ്പിൻ, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കയാകുന്നു, അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയാകുന്നു, അവനെ ഉണർത്തണം എന്ന് പറഞ്ഞു. അവർ ഉറക്കെ വിളിച്ച് പതിവ് പോലെ ഈ പുള്ളിക്കാരനെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാ? രക്തം കൊടുക്കും. ചില ദൈവങ്ങളുടെ പ്രത്യേകത രക്തം കൊടുക്കണം, പിന്നെ കള്ള് കൊടുക്കണം, കദളിപ്പഴം കൊടുക്കണം, പിന്നെ ബ്രാൻഡിയ, വിസ്കിയ, അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം. ആർക്കാ? ദേവന്. ഇതെന്ത് ദേവന? ഇതൊക്കെ കൊടുത്ത് വീട്ടിൽ വരുമ്പോൾ നീ കറങ്ങും. ഫ്രീസലോ, യേശുവിലേക്ക് നോക്കൂ പ്രിയ മക്കളെ. അത്ര മാന്യമായ നിലവാരത്തിലുള്ള ഇടപെടല.
സ്തോത്രം. ആമേൻ. ഇടപെടാൻ പറ്റുന്നൊരു വ്യക്തിത്വമാണ്. ചിലതിനോടൊക്കെ ഒന്നും ഇടപെടാൻ പറ്റത്തില്ല. ചിലതിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? കയറി അടിക്കും. കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ മുടിപ്പിക്കും, കുടുംബത്തെ തറക്കല്ലിളക്കും. അയ്യോ സോറി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവൻ ദൈവമല്ലല്ലോ. ഇവൻ ചില നാമങ്ങളിൽ കുടിയിരിക്കുന്ന കുടിയിരിപ്പ് ശക്തിയാ. പക്ഷെ ഇവന് കൊടുത്തിരിക്കുന്ന പേര് ദേവൻ എന്നൊക്കെയാ, ദേവി എന്നൊക്കെയാ. ഇവൻ ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ബാലിനെ വിളിച്ചിട്ട് ബാലി വന്നില്ല. ഏലിയാവ് അവരെ പരിഹസിച്ചു. ഈ മനുഷ്യൻ ഒരൊറ്റ പ്രാർത്ഥന, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ, ഒന്ന് വായിച്ച വാക്യം, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്തു ചെന്നു, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. യഹോവേ, എനിക്ക് ഉത്തരം അരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന്. ഹൃദയം എന്ത് ചെയ്യണം? തിരിച്ചില്ലെങ്കിൽ നടക്കത്തില്ല. ഹൃദയം തിരിച്ചാൽ തീ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? ഇറങ്ങും. തലമുറകളിലാണ് ഇറങ്ങേണ്ടത്, ഇറങ്ങും. ബിസിനസ്സിലാണോ ഇറങ്ങേണ്ടത്? ഇറങ്ങും. കുടുംബത്തിലാണോ ഇറങ്ങേണ്ടത്? ഇറങ്ങും. തൊഴിലിലാണോ ഇറങ്ങേണ്ടത്? ഇറങ്ങും. ആരോഗ്യത്തിലാണോ ഇറങ്ങേണ്ടത്? ഇറങ്ങും. എവിടെയും ഇറങ്ങി വരുവാൻ തക്കവിധം നിന്റെ ഹൃദയം ഒന്ന് ദൈവസ്ഥലം തിരിച്ചാൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമെന്ന് ഇന്ന് പകലിൽ ദൈവാത്മാവ് ഇടപെടുകയാ. നീ എന്ത് ചെയ്യണം? തിരിയണം. നീ ഒന്ന് മടങ്ങി വരണം. അപ്പോ തിരിച്ചാൽ ദൈവമെന്ന് ആമേൻ സ്വന്തം അറിയേണ്ടതിനായി ആമേൻ താഴേക്ക് വെച്ചു. നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ഉടനെ 10 ദിവസം വെയിറ്റ് ചെയ്യണ്ട. രാവിലെ മുതൽ ഉച്ച വരെ വിളിക്കണ്ട. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ആമേൻ. വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും. ഇത് നാച്ചുറലാ. ആമേൻ സഹോദരം. തോട്ടിലെ വെള്ളം കൂടി എന്ത് ചെയ്തു? വാറ്റിച്ചു. അത് ഉണങ്ങിയ നിലമാക്കി മാറ്റി. മറ്റവന്റെ അനക്കമില്ല കേട്ടോ പ്രതിമക്കളെ. യേശുവിൽ വിശ്വസിക്കാം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് കണ്ണ് കാണാത്ത ഭർത്തമായിയുടെ മകനായിരിക്കും, തിമ്മായിയുടെ മകനായിരിക്കുന്ന ഭർത്തമായി തെരുവിലിരുന്നു കൊണ്ട് കരയുകയാ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കൂടെ നടക്കുന്നവർ അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചു. അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. യേശു നിന്നു. അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. അവനെ വിളിച്ചു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കാഴ്ചയില്ല. 10 ദിവസം കഴിഞ്ഞിട്ട് വാ. അല്ലെന്നേ. ഇതാ യേശു. ഇതാ യേശു കേട്ടോ. ഇതാണ് ദൈവം. ആമേൻ. ഉടനെ അവനോട് പറഞ്ഞ് കാഴ്ച പ്രാപിക്കാം. ജനിച്ചിട്ട് കണ്ടിട്ടില്ല. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനിച്ചിട്ട് കറുപ്പല്ലാതെ വെളുത്ത ഒന്നും കണ്ടിട്ടില്ല. കണ്ണ് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ആലോചിച്ച് നോക്കിയ പ്രിയ മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ചില പ്രവൃത്തികൾ ചെയ്യും. അടഞ്ഞിരിക്കുന്ന കണ്ണുകളെ ദൈവം തുറക്കും. അടഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവം തുറക്കും. ഇവിടെ പ്രാർത്ഥിച്ചു. തീ ഇറങ്ങി, വിറകും തോട്ടിലെ വെള്ളവും വാറ്റിച്ചു. അവൻ തന്നെ ദൈവം. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പോയി നിനക്ക് പേരറിയാൻ പറ്റുന്ന എല്ലാവരുടെ നാമം വിളിച്ച് നീ അപേക്ഷിച്ചോ. പക്ഷെ ആത്മഹത്യ ചെയ്യരുത്. മടങ്ങി വന്നേക്കണം. ലൈവിലൂടെ
എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആമേൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം. ഇവൻ ശിക്ഷിക്കുന്ന ദൈവമല്ല, രക്ഷിക്കുന്നവനാ. അവൻ്റെ അടുക്കൽ തെറ്റേറ്റ് പറഞ്ഞ് അടുത്തു ചെല്ലുന്ന ഏവനെയും അവൻ മാറോട് ചേർക്കും. അവൻ ശിക്ഷിച്ച് കീഴ്പ്പെടുത്തത്തില്ല, അവൻ രക്ഷിക്കും. പക്ഷെ തെറ്റ് നീ മറച്ചു വെക്കരുത്. നിന്റെ ഹൃദയം അവന് മുമ്പാകെ തുറന്നു കൊടുക്കണം. ദൈവസന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കണം. ഇന്ന് പകലിൽ, യേശുവേ, ഞാൻ അങ്ങയുടെ മകനായി മകളായി എന്നെ സമർപ്പിക്കുകയാണ്. പലതിലും ഞാൻ ആശ്രയിച്ചതാ, പോകാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ പോയതാ. എനിക്കൊരു സ്ഥലത്ത് നിന്നും ആശ്വാസം കിട്ടിയില്ല, സമാധാനം കിട്ടിയില്ല. ഞാൻ അങ്ങിൽ വിശ്വസിക്കുക, എൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യണം. ഈ സെക്കൻഡിൽ അവൻ ചിലതിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നിട്ടുണ്ട്. നിന്റെ ചാരെ യേശുവുണ്ട്. നിനക്കൊരു ഉറപ്പ് പരിശുദ്ധാത്മാവ് തരികയാ, ഒരു ഉറപ്പ്. നീ മുങ്ങിത്താഴത്തില്ല. നിന്റെ പടക തിരമാലകൾ അടിച്ച് മുങ്ങിപ്പോകത്തില്ല. ആമേൻ, സ്തോത്രം. നിന്നെ കരം പിടിച്ച് കയറ്റുവാൻ നാഥൻ കൂടെയുണ്ട്. മുങ്ങിപ്പോകത്തില്ല, തകർന്നു പോകത്തില്ല. തകർന്നു പോകുമെന്ന് പലരും വിധി എഴുതി അകന്നുപോയി. കൂടെ നിൽക്കുമെന്നും കൂടെ നിൽക്കാമെന്നും ഒക്കെ പറഞ്ഞവരാ. പക്ഷേ പടകിന്റെ ലക്ഷണം കണ്ടപ്പോൾ, പെരിങ്കാറ്റും കൊടുങ്കാറ്റും അടിച്ച് അതിന്റെ പായെല്ലാം കീറി ഇതൊരു തുറമുഖത്തും അടുക്കാൻ ചാൻസ് ഇല്ല എന്ന് കണ്ടപ്പോൾ പലരും അകന്നുപോയി. പലരും മാറിപ്പോയി. ഫോൺ ചെയ്തിട്ട് പോലും ചിലരെടുക്കുന്നില്ല. ഭാരപ്പെടേണ്ട, യേശു കൂടെ വരും. അന്ത്രിയ കടലിൽ നക്ഷത്രങ്ങളെയോ സൂര്യനെയോ കാണാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആ കപ്പലിനകത്തേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ. സ്തോത്രം. എൻ്റെ മകനെ, എൻ്റെ ബ്രദറെ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തോ. തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കരം പിടിച്ചവൻ ഉയർത്തും. അവൻ ശക്തിയുള്ളവനാ, അവൻ ജീവനുള്ളവനാ. താങ്ങാൻ കരത്തിന് ബലമുണ്ട്, ചുമലിലേറ്റാൻ അവന് തോളുമുണ്ട്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേൻ, സ്തോത്രം. സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങുകയാ. ഇനി താഴത്തില്ല. വേഗത്തിൽ പറന്നുയരാൻ ശ്രമിക്കരുത്. പൊക്കമുള്ള വൃക്ഷത്തിന്റെ ചില്ലയിലും തലപ്പിലും ഇരുന്ന് ഒന്ന് വിശ്രമിച്ച് അടുത്ത പർവ്വതത്തിലേക്ക് പറന്നു കയറണം. ഒറ്റയടിക്ക് പർവ്വതത്തിന്റെ മുകളിലേക്ക് പറക്കരുത്. ആദ്യം വൃക്ഷത്തലപ്പുകൾ, വൃക്ഷച്ചില്ലകൾ, അതിനപ്പുറമായിട്ട് പർവ്വതം, അതിനുശേഷം പർവ്വതത്തിന്റെ മുകളിലുള്ള വൃക്ഷത്തിലേക്ക് ദൈവം പടിപടിയായി ഉയർത്തും. നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ സ്ഥിരമാകുന്നത് വരെയും പരിശുദ്ധാത്മാവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എൻ്റെ ദാസനെ ഉയർത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ മനോഭാവങ്ങൾക്കൊത്തവണ്ണമായിരിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവാത്മ പറയുന്നു, താഴ്ന്നു പോകാൻ അനുവദിക്കത്തില്ല. ഇനിയുള്ള ചവിട്ടുപടികളെല്ലാം ഉറപ്പുള്ള സ്വന്തം കല്ലില, ഉറപ്പുള്ള പാറയില. ദൈവാത്മാവ് കൈവിടത്തില്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണം. മഹത്വം ദൈവമെടുക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.